നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. കൊമ്പം മർക്കസുൽ ഹിദായ സിൽവർ ജൂബിലിയുടെ ഭാഗമായി SYS അലനല്ലൂർ സോൺ സ്വാന്തന കമ്മിറ്റിയും മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മർക്കസുൽ ഹിദായയിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് KP മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥാപനമല്ല എങ്കിലും മർക്കസുൽ ഹിദായയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു അനുബന്ധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ക്ഷണിച്ച സന്ദർഭത്തിൽ ഈ പരിപാടി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റ മറ്റൊരു പരിപാടിയാണ് ഇതിന് ശേഷമുള്ളത് എന്നുള്ളത് കൊണ്ടും ഇതിന്റെ തീയതിയിൽ മറ്റൊരു ക്രമീകരണം വരുത്താൻ സ്വാഭാവികമായും പരിമിതികൾ ഉള്ളതുകൊണ്ടും 9 മണിക്ക് തന്നെ എത്താമെന്നാണ് ഞാൻ അറിയിച്ചിരുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം ഞാൻ ദീർഘമായ ഒരു സമയമെടുത്തിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് മുതിരുന്നതില്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് അഭിമാന പുരസ്സരം അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഇടമാണ് കേരളം എന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 10 വർഷം കഴിഞ്ഞാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 47 രാജ്യം സ്വാതന്ത്ര്യം നേടി 57 കേരളത്തിൽ ഒരു ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വരുന്നത്. 57 ഇന്ത്യയിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള നാട് നമ്മുടെ കേരളമായിരുന്നു. ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പിറകിൽ നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. 80% പ്രസവവും വീടുകളിലാണ് 57 നടന്നിരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നേട്ടങ്ങളെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ അന്ന് കഴിയാതെ പോയ നാടായിരുന്നു കേരളം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മാത്രമല്ല, എല്ലാ മേഖലയിലും പൊതുവിൽ പിറകിൽ നിന്നിരുന്ന ഒരു നാട്. എന്നാൽ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഉൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തിന് മാറാൻ കഴിയും. മദർ കെയർ ഹോസ്പിറ്റൽ ഡോക്ടർ സമീർ ആനക്കച്ചേരി, ഡോക്ടർ ജോൺ മഞ്ഞളി, ഡോക്ടർ അംജദ് ഫാറൂഖ്, ഡോക്ടർ ജോർജ് ജേക്കബ്, ഡോക്ടർ സുധർമ്മ ബാലമുരുകൻ, പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മർക്കസുൽ ഹിദായ മാനേജർ അഷറഫ് മൗലവി കൊമ്പം സ്വാഗതവും അബൂബക്കർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ക്യാമ്പിൻ്റെ ഭാഗമായി ഹൃദ്രോഗം, ശ്വാസകോശം, കേൾവി പരിശോധന, ജീവിതശൈലി രോഗങ്ങൾ, ENT എന്നീ വിഭാഗങ്ങളിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ക്യാമ്പ് ഉപകാരപ്രദമായി. നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനകരമായിരിക്കുന്ന നിരവധി നേട്ടങ്ങളോടുകൂടെയാണ് സ്ഥാപനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതഭൗതിക വിദ്യാഭ്യാസം ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ മുസ്ലിംകൾക്കെന്നോ അമുസ്ലിംകൾക്കെന്നോ മതം ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വേർതിരിക്കാതെ എല്ലാ വിഭാഗത്തിനും നന്മ നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രഥമമായ ലക്ഷ്യം. മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ടും സമൂഹത്തിന് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടും മുസ്ലിം കുട്ടികൾ ആധിക്യമുണ്ട്. അവരുടെ സാന്നിധ്യം കൂടുതൽ ഈ സ്ഥാപനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടെ മറ്റെല്ലാ സമൂഹത്തിലെയും വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തിലാണ് 1/4 നൂറ്റാണ്ട് ഈ സ്ഥാപനം പിന്നിടും. പുരോഗതി പ്രാപിക്കേണ്ടുന്ന മേഖലകളുണ്ടോ ആ ഭാഗങ്ങളിലെല്ലാം പിന്നോക്കമായിരുന്ന ഒരു നാടായിരുന്നു ഈ പ്രദേശം. അവരെ, ഈ നാടിനെ, നാട്ടുകാരെ പരമാവധി സഹായിക്കുകയും സമുദ്ധരിക്കുകയും ചെയ്യുക എന്ന മികച്ച ലക്ഷ്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.